നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ മാന്യ പ്രേക്ഷകർക്ക് പയ്യന്നൂർ അനാമയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടെലിഹീലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എപ്പോഴും ഡെലിവറി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവം എന്ന് കേൾക്കുന്ന സമയത്ത് അതിൽ വലിയൊരു സങ്കീർണതകളൊക്കെ ഉണ്ട്. പ്രസവം ഒരിക്കലും അതൊരു അസുഖമോ അല്ലെങ്കിൽ ഗർഭിണി ഒരു രോഗിയോ അല്ല എന്ന് പറയുമ്പോഴും അതിനുള്ളൊരു പേടിയും സങ്കീർണതയും നമുക്ക് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളതാണ്. എന്തൊക്കെയാണ് ഈ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികതയോടെ നമുക്ക് പറഞ്ഞു തരുവാനുള്ളൊരു അതിഥിയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രമ്യ മോഹൻ, സ്വാഗതം. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പ്രസവം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സങ്കീർണത അത് എപ്പോഴും ഒരു ഭയപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ ആദ്യ പ്രഗ്നൻസിയിലെങ്കിലും ആ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണോ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നമ്മളൊരു ഗർഭിണി ആയിരിക്കുന്ന കുട്ടിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരുടെ മാനസികമായ ഒരു ധൈര്യം പകരുന്നത്? ഇത് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതായത് ഇതൊരു അസുഖം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ചെക്കപ്പിനൊക്കെ കൃത്യമായിട്ട് ചെല്ലുക. പിന്നെ ആ ഒരു ഫോളോ അപ്പിലാണ് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ചെക്കപ്പിലൂടെ തന്നെയാണ്. ഓരോ സമയത്തും കൃത്യമായ ചെക്കപ്പിലൂടെ നമുക്ക് ഇപ്പോൾ BP വരാനുള്ളൊരു സാധ്യത, ഷുഗർ വരാനുള്ള സാധ്യത, ഇതൊക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വിളർച്ച, ഗർഭിണികളിൽ കാണുന്ന വിളർച്ച, ഇതൊക്കെ നേരത്തെ ചെക്കപ്പിലൂടെ അറിയാവുന്നതാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലേണ്ടതാണ്. അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതിലൂടെ തന്നെ പരമാവധി നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എല്ലാം പ്രഡിക്റ്റബിൾ ആണോ? പലപ്പോഴും നമുക്കത് നേരത്തെ കാലേ കൂട്ടി മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നതും ഉണ്ടാവാറുണ്ടോ? വളരെ റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് മാത്രമാണ് നമുക്ക് ഡെലിവറി സമയത്തുള്ളത്. അതൊക്കെയാണ് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമിത രക്തസ്രാവം, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ പ്രസവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ വരാനുള്ളത് നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും കൂടുതൽ ബ്ലീഡിംഗ് ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുക. അപ്പം നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന മെഡിക്കേഷൻസും കാരണം ഒരു പരിധി വരെ നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ആ സമയത്തുള്ള പേഷ്യന്റിന്റെ ബ്ലീഡിങ് നോക്കിയിട്ടാണ്, അതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക ഇത് അമിത രക്തസ്രാവം ഉണ്ടാവാനുള്ള ഒരു സാധ്യത. അതൊന്നും നമുക്കൊരു തുടക്കത്തിലേ നമുക്ക് ഈ പേഷ്യന്റ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലീഡിങ്ങിന്റെ സാധ്യതയൊന്നും. അപ്പൊ ആദ്യഘട്ടം എടുക്കുമ്പോൾ നമുക്ക് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അനിയന്ത്രിതമായ ഛർദി ഉണ്ടാവാറുണ്ട് ചിലവർക്ക് അത് വളരെ നോർമൽ ആയിരിക്കും. അപ്പൊ ആദ്യം മുതൽ തന്നെ ഇത് വലിയൊരു ബാരിയർ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് മാറാറുണ്ട്. അങ്ങനെയുള്ളവർക്ക്, അതായത് പുതിയ കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്? അതായത് നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം ഈ പ്രഗ്നൻസിയിലെ ഒരു ഹോർമോണായ β-HCG എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അധികമായിട്ട് കാണാറുണ്ട്. അതൊരു 12 വീക്സിലാണ് അതിൻ്റെ ഒരു പീക്ക് കാണുന്നത്. അപ്പം അതുവരെയും നമുക്ക് ഈ വൊമിറ്റിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലവരിൽ തീരെ വൊമിറ്റിംഗ് ഉണ്ടാവാറില്ല. അതായത് യൂഷ്വലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഗർഭിണികൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കാരണം കൊണ്ട് അവരതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം വൊമിറ്റിംഗ് ചിലവർക്ക് കുറവായിരിക്കും. ചിലവർക്ക് പൊതുവേ വൊമിറ്റിംഗ് സെൻസേഷനൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടാവും. ചെറിയൊരു നോസിയ, വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി, ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ഫസ്റ്റ് 13 വീക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പ്രഗ്നൻസി ടെർമിനേഷൻ വരെ, ഡെലിവറി വരെയുള്ള ഒരു പീരീഡ് വരെയും ചിലവർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. വൊമിറ്റിങ്ങിന്റെ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മെഡിസിൻസിൽ നമുക്കിത് കുറയ്ക്കാനായിട്ട് സാധിക്കും, അധികമായിട്ടുള്ള വോമിറ്റിംഗ്. പക്ഷെ നല്ലതായിട്ട് വോമിറ്റ് ചെയ്ത് മെഡിസിൻ എടുത്തിട്ടും ഒരുപാട് വോമിറ്റിംഗ് ഉണ്ട്, അപ്പം ഭയങ്കര ക്ഷീണമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫ്ലൂയിഡ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഡീഹൈഡ്രേഷൻ കാരണം കുറേ പേര് തലകറങ്ങി വീഴാനും അവർക്ക് തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഹെൽപ്പ് നേടേണ്ടതാണ്. അതെ, അത് കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം.
നല്ലതാണ്. നമ്മൾ ഈ തുടക്കത്തിലൊക്കെ ഇപ്പൊ പറയുന്ന കേൾക്കാം, ഈ എന്താ പറയണ്ട, ഇത് നിനക്ക് മാത്രമാണോ ഈ പ്രഗ്നന്റ് ആയത്, നമ്മളൊക്കെ 10 പ്രസവിച്ചതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാറുണ്ട്. അത് ഈ ഗർഭിണിയുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും ഒക്കെ അതിനെ ബാധിക്കാൻ സാധ്യതയില്ലേ? അതെ, ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പം മുന്നേയുള്ള ഒരാൾക്ക് തന്നെ ആദ്യത്തെ പ്രഗ്നൻസി വലിയ വോമിറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാതെ വലിയ ടയർഡ്നെസ് ഇല്ലാതെ പോകുന്ന പ്രഗ്നൻസി ഉണ്ട്. രണ്ടാമത്തെ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക് അവർക്ക് വോമിറ്റിംഗ് കൂടുതലുണ്ടായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓരോ പ്രഗ്നൻസിയും ഓരോരുത്തരുടെയും ശരീര സ്ഥിതി എല്ലാം വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം വോമിറ്റിങ്ങിനോട് ഇപ്പം ഒരാളുടെ ബോഡി എങ്ങനെയാണ് പ്രതികരിക്കാൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് പ്രായമായിട്ടുള്ളവർ വോമിറ്റ് ചെയ്തോട്ടേ എന്ന് വെച്ചിട്ടിരിക്കരുത്. കാരണം ഇപ്പോഴുള്ള കുട്ടികൾ പെട്ടെന്ന് ടയേർഡായിട്ട് ഡീഹൈഡ്രേഷനൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഫ്ലൂയിഡ് സപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവർ തിരികെ ഒരു ടയർഡ്നെസ് ഒക്കെ ഒന്ന് റിലീവായി വരുന്നത് കാണുന്നു. അപ്പം നമ്മൾ അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ അവരെ കാരണം ഒരു ഏർലി സ്റ്റേജിൽ നമ്മളിങ്ങനെ പേഷ്യൻസ്, ഇത് ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു ഹാപ്പിനെസ്, നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പരമാവധി സപ്പോർട്ട് കൊടുക്കാൻ ഈ കൂടെ ഉള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അവരെ കൺസോൾ ചെയ്യുക. അവർക്ക് ഇപ്പം വോമിറ്റ് ചെയ്ത് ഇപ്പോൾ ടാബ്ലറ്റ്സ് എടുത്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ടതാണ്. അതെ. പിന്നെ ഭക്ഷണക്രമം നോക്കുന്ന സമയത്ത് ഗർഭിണികള് 2 പേരുടെ ഭക്ഷണം കഴിക്കണം, ആ ഒരു രീതിയിൽ പറഞ്ഞു വരാറുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? അങ്ങനെയല്ല. നമ്മളിപ്പം ഒരു സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ ഇപ്പം നമുക്കൊരു 300 to 400 കലോറീസ് എക്സ്ട്രാ കഴിക്കേണ്ടതായിട്ടുണ്ട് ഭക്ഷണം. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡയറ്റിൽ. ഇരട്ടി കഴിക്കാൻ പലപ്പോഴും പലർക്കും പറ്റില്ല. അപ്പം അങ്ങനെയല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടുക. അതായത് കലോറീസിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മുട്ട, പാല്, ഇതുപോലെ പ്രോട്ടീൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിക്കനും മീനും ചെറിയ മീനുകളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെ. ഈ ഭക്ഷണക്രമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നേരത്തെ വൊമിറ്റിങ്ങിന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൊമിറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലെ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ഇടവിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനും ഈ ഭക്ഷണക്രമം കൊണ്ട് സാധിക്കും. പിന്നീട് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഈ ഹെൽത്തി ആയിട്ട് അതുവരെ ഓടിച്ചാടി നടന്നവര് പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഒതുങ്ങിപ്പോയി എന്നത് ചിലപ്പോ ചിലർക്കെങ്കിലും മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ഒരു കൗൺസിലിംഗ് പോലെയൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ഒരുപാട് ഹോർമോൺ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരാൻ, പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ളൊരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ യൂഷ്വലി നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നവർ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾ തന്നെ കൊടുക്കാറുണ്ട്. ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ കൊടുക്കാറുണ്ട്. അപ്പം അതിൽ കൂടുതൽ ഹെൽപ്പ് വേണ്ടവർക്ക് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിലും കുഴപ്പമില്ല. അതായത് കൂടുതലായിട്ട് അവർക്ക് അങ്ങനെ ഒരു വിഷമം വരുന്നു, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അത്രയും ഒരു ഇൻറ്റൻസ് ഇതായിട്ടുള്ളത് കണ്ടിട്ടില്ല. മുന്നേ എന്തെങ്കിലും ഒരു സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ളവരിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് അവരെടുക്കുന്ന സൈക്യാട്രിക് മെഡിക്കേഷൻസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് സൈക്യാട്രിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട്. അതുപോലെ ചില സൈക്യാട്രിക് മെഡിസിൻസ് പ്രഗ്നൻസിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ലിഥിയം പോലെയുള്ള ചില മെഡിസിൻസ്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് കൺവേർട്ട് ചെയ്ത് വേറെ മെഡിസിൻസ് ആക്കി അവർ മാറ്റുന്നതാണ്. പോസിറ്റീവ്, അതായത് UPT പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്ന സമയത്ത് തന്നെ സൈക്യാട്രിസ്റ്റിനെ കാണുകയും ആ മെഡിസിൻസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ പ്രഗ്നൻസിയുടെ കാര്യം പറയുന്ന സമയത്ത് മുമ്പൊക്കെ പ്രസവമൊക്കെ വീട്ടിൽ നടന്നതാണ്. അപ്പോൾ അത് മാറി പിന്നെ ഹോസ്പിറ്റലിലായി. പക്ഷെ എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് വീണ്ടും പറയും എന്തിനാണ് ആശുപത്രിയിൽ പോകുന്നത്, വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ ആ രീതിയിലും വെറുതെ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു പ്രഗ്നൻസി എന്തുകൊണ്ടായിരിക്കും ആശുപത്രിയിലാക്കുന്നത് ഏറ്റവും സുരക്ഷിതമാവുന്നത്?
അതായത് ഈ പ്രഗ്നൻസി ഇപ്പോൾ ഡെലിവറി സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ ആദ്യത്തെ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷനിൽ പോകാനുള്ള ഒരു സാധ്യതയുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ളത് ഇപ്പം വീട്ടിൽ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ഇതെന്തായി മാറുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ചിലപ്പോൾ അവർക്കിപ്പം ഇവരുടെ ഗർഭാശയ മുഖം ഫുള്ളി ഡയലേറ്റഡ് ആയി കഴിഞ്ഞാലും ഇവർക്ക് കുഞ്ഞിൻ്റെ തല ഇറങ്ങി വന്ന് അത് പുറമേക്ക് വരാൻ ചിലപ്പോൾ എപ്പിസിയോട്ടമി പോലെ ചെറിയൊരു മുറിവ് ഇടാനുള്ള ഈ ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത്, വെജൈനൽ ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മുറിവിടുന്നതാണ് എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ട് വരാം. അപ്പം നമ്മൾ വീട്ടിൽ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മുറിവ് കാരണം അത് തന്നെ സംഭവിക്കും, അവർക്കിപ്പോൾ തന്നെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീടുള്ള അവസ്ഥകളിൽ അവർക്ക് ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ, ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒരു പരിധി വരെ നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറീസിലൂടെ നമുക്കതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ടൈംലി ഇൻ്റർവെൻഷൻ കാരണം നമുക്ക് കുറേയൊക്കെ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനിച്ച ഉടനെ ഉള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്, തൈറോയിഡ് പോലുള്ള കാര്യങ്ങൾ പോലും. ന്യൂ ബോൺസിന്റെ ആ ഒരു ഫസ്റ്റ് 1 hour to 2 hour പീരീഡ് വളരെ ക്രൂഷ്യലാണ്. അപ്പം ആ സമയത്ത് അവർക്ക് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ശ്വാസതടസ്സം, ഈവൻ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ പോലും ചെറിയ ശ്വാസതടസ്സം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യൻ്റെ പീഡിയാട്രീഷ്യൻ മിക്കവാറുള്ള സമയത്തൊക്കെ അവൈലബിൾ ആണ്. എല്ലാ ഡെലിവറി സമയത്തും നമ്മൾ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് കുഞ്ഞിനെ ഇപ്പം മദർ സൈഡിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ നേരത്തെ ഡിറ്റക്ട് ചെയ്യും, ഇങ്ങനെയുള്ള ശ്വാസതടസ്സമൊക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്യും. ഒരു നേരത്തെ ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുക്കുന്നത് കാരണം കൊണ്ട് കുഞ്ഞിനും നേരത്തെ ഒരു നല്ല പ്രോഗ്നോസിസ് ആണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, ഈ ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. പക്ഷെ പ്രസവം എപ്പോഴും സങ്കീർണതകൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ആ സമയത്ത് അതുവരെ ഇല്ലാത്ത ഷുഗർ, പ്രഷർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ഈ പ്രഗ്നൻസി ടൈമില് കുട്ടികൾക്ക് വന്ന് കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അപ്പൊ ഈ ഭക്ഷണത്തിൽ പറയുന്ന പോലെ മധുരം കഴിക്കാൻ പറ്റില്ല, ചിലപ്പോ ഉപ്പ് കഴിക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ഡയറ്റ് എങ്ങനെയാണ് പൂർത്തിയാക്കാൻ പറ്റുക? നമ്മൾ യൂഷ്വലി ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം അതായത് നമ്മൾ ഈ പറയുന്ന കലോറീസിൽ കൂടുതൽ കഴിക്കുമ്പോൾ എന്തായാലും ഈ ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഈ ഡബിൾ കഴിക്കാന്ന് പറയുമ്പോൾ മിക്കവാറും ഉള്ളവർ ചോറ് കൂടുതൽ കഴിക്കുക, അരിഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണതയാണ്. പിന്നെ അതുമല്ല ഇപ്പം നേരത്തെ ഇപ്പം PCOD പോലത്തെ റിസ്ക് ഉള്ളവരിൽ, അല്ലെങ്കിൽ ഇപ്പം അവരുടെ പാരൻസ് ഡയബറ്റിക് ആയിട്ടുള്ള അച്ഛനും അമ്മയും ഡയബറ്റിക് ആണ്, അപ്പം ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡയബറ്റിസ് പ്രഗ്നൻസിയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ കുറച്ചൊരു വണ്ണം കൂടുതലുള്ളവരിൽ, നോർമൽ BMI-നേക്കാളും കൂടുതലുള്ളവരിൽ, വെയിറ്റ് കൂടുതലുള്ളവരിലും ഷുഗർ നേരത്തെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ആളാണ് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചെക്കപ്പിന് വരുന്ന ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ യൂഷ്വലി ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിപ്പോൾ ഒരു നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ളവരെ നമ്മൾ 12 വീക്സിൽ തന്നെ ആദ്യത്തെ ഒരു 12-13 ആഴ്ചയിൽ തന്നെ GTT എന്ന് പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡയബറ്റിക് ആണ്. അപ്പം നേരത്തെ നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാനും ഈ ഡയബറ്റിസ് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്ന ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കാരണം കൊണ്ടുള്ള കുഞ്ഞിന് വരാനുള്ള കോംപ്ലിക്കേഷൻസും മദറിന് വരാനുള്ള കോംപ്ലിക്കേഷൻസും ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും, നേരത്തെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്. അതെ, ഈ പ്രഗ്നൻസിയിൽ തന്നെ ഇപ്പൊ നമ്മൾ സുഖപ്രസവം എന്ന് പറയാറുണ്ട്, അതുപോലെ സിസേറിയൻ ചെയ്തെടുക്കാറുമുണ്ട്. അപ്പൊ ഈ സുഖപ്രസവം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൊത്തം ശരീരം ഡിസ്ലൊക്കേറ്റ് ചെയ്താണ് കുട്ടിക്കുള്ള ഒരു വഴി ഉണ്ടാവുന്നത്. ഡിസ്ലൊക്കേഷൻ അല്ല, നമ്മുടെ ഇപ്പം നമ്മളെ ആ ബേർത്ത് കനാൽ, നമ്മുടെ ഒരു പെൽവിസിന്റെ എല്ലാ മസിൽസും ലിഗമെന്റ്സും എല്ലാം ഒന്ന് അയഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡിസ്ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് അയഞ്ഞ് ആ കുഞ്ഞിനുള്ള ഒരു മാർഗം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ചിലവർക്ക് ഇപ്പം നമ്മൾ ആ ഒരു 36-37 ആഴ്ച തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആ പീരീഡിൽ നമ്മൾ യൂഷ്വലി 37 വീക്സിലൊക്കെ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു പെയിനൊന്നും ഇല്ല, അതായത് ഒരു ഇപ്പം തല ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർ വെജൈനൽ എക്സാമിനേഷൻ
നമ്മുടെ ഉൾഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കും. അതുപോലെ ആ പരിശോധനയിലൂടെ നമ്മുടെ ഈ ബർത്ത് കനാൽ അഡിക്വേറ്റ് ആണോ, കുഞ്ഞിന് വരാനുള്ള സ്പേസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അതിൽ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധി വരെ ഇവർ നോർമൽ ഡെലിവറിയിലേക്ക് പോവോ സിസേറിയൻ ആവോ എന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചിലവരുടെ പെൽവിസ്, ഈ ഇടുപ്പലിൻ്റെ ആ ഭാഗം വളരെ ചുരുങ്ങിയതായിരിക്കും. അപ്പോൾ അവർക്ക് നോർമൽ ഡെലിവറി ആദ്യമേ തന്നെ പോസിബിൾ ആവില്ല. നമ്മളൊരു ട്രയൽ കൊടുത്തത് കൊണ്ടും തലയിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം ചിലവരിൽ ഇപ്പം നമ്മൾ മരുന്നൊക്കെ വെച്ച്, വേദന കൂടാനുള്ള മരുന്നൊക്കെ വെച്ച് പെയിൻ പ്രോഗ്രസ് ചെയ്ത് ഇപ്പം മുഴുവനായിട്ട് ഗർഭപാത്രം തുറന്നു കഴിഞ്ഞാലും ചിലവരുടെ ഹെഡ് ഇറങ്ങാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ആ സമയത്ത് നമുക്ക് സിസേറിയൻ മാത്രമേ ഒരു മാർഗമായിട്ടുള്ളൂ. അപ്പം എല്ലാം നമ്മൾ ആ ഒരു ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യൻ്റ് പെയിനിലേക്ക് പോയി എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. അതൊരു ടൈംലി റെക്കോർഡിംഗ് ആണ്. നമ്മളൊരു പാർട്ടോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ചാർട്ടൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓരോ സമയവും നമ്മൾ ഒരു 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂറിൻ്റെ ഇടയിലാണ് നമ്മൾ പെർ വെജൈനൽ എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ ഉൾഭാഗം പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് പറയും, ഇത്ര ഡയലേറ്റഡ് ആയിട്ടുണ്ട്, ഇത്ര വികസനം വന്നിട്ടുണ്ട്, ഇപ്പോൾ നമുക്കത് പ്രോഗ്രസ് ചെയ്യുമെന്ന് നോക്കാം. ഓരോ ഡോക്ടറിനും നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്ര ഒരു വികസനം വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിലവരിലെങ്കിലും മുഴുവനായിട്ടും ഓപ്പൺ ആയിക്കഴിഞ്ഞാലും തലയിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പം സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന് ഇപ്പം ഈ ഒരു പേഷ്യൻ്റ് പെയിൻ ഉള്ള ഒരു സമയത്ത് കൺട്രാക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ടൈമിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നു, കുഞ്ഞ് മഷി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴും സിസേറിയൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കുഞ്ഞിന് കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിലൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ കോഴ്സായിരിക്കും കുഞ്ഞിൻ്റെ ആ ഒരു ജനിച്ചിട്ടുള്ള ഒരു 24 hours എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പരമാവധി ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് ശ്രമിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം സിസേറിയനായി പോവാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്, ഇപ്പൊ പുതിയ കുട്ടികൾ ഒരു വിഭാഗം, എല്ലാരെയും ഞാൻ പറയുന്നില്ല, ഇങ്ങോട്ടേക്ക് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ, ഇത് നോർമൽ ഡെലിവറിയിലേക്ക് പോവണോ, സിസേറിയൻ ചെയ്തെടുക്കാൻ പാടില്ലേ എന്ന്? സിസേറിയൻ കുറച്ചുകൂടി അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? സിസേറിയൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ജനറേഷനാണ് ഇത്. പിന്നെ ഒന്നാമത് ഇപ്പം നമുക്ക് ലേറ്റ് മാരേജസും ലേറ്റ് പ്രഗ്നൻസി, നമ്മൾ കരിയറൊക്കെ ചൂസ് ചെയ്യുന്നത് കാരണം കൊണ്ട് മിക്കവാറും ഉള്ളതെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള പ്രഗ്നൻസികളായിരിക്കും. അതായത് ഒന്നിക്കലും ഒരു IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ IUI ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ആകുമ്പം നമുക്കതിൽ കൂടുതൽ റിസ്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം പേഷ്യൻ്റ് അങ്ങനെ ഇപ്പോൾ IVF പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും സിസേറിയൻ തന്നെയാണ് ചെയ്യുക. പിന്നെ നമ്മൾ പരമാവധി കൗൺസിൽ ചെയ്ത് നോക്കും. കാരണം നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. എന്നാൽ സിസേറിയന് നമുക്ക് ആ ഒരു ഡെലിവറിക്ക് മുന്നേ ഉള്ള പെയിൻ കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട്, ആ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഏകദേശം ഒരു 2-3 വീക്സ് നല്ല പെയിനായിട്ട് പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ അത് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ആ ഒരു ഷോർട്ട് ടൈം, നമ്മളൊരു 24 to 36 hours വരെയുള്ള ആ ഒരു പെയിനുള്ള ഇൻറ്റൻസ് പെയിൻ എപ്പോഴും ആ ഒരു ലാസ്റ്റ്, അതായത് ഗർഭാശയമുഖം ഒരു 4 centimeter തൊട്ട് ഫുള്ളി ഡയലേറ്റഡ് ആവുന്ന പീരീഡിലാണ് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാവുക. ഒരു 2-3 hours ആയിരിക്കും മാക്സിമം. അപ്പം ആ ഒരു പെയിനോടുള്ള ഒരു പേടി കാരണം കൊണ്ട് നേരത്തെ സിസേറിയൻ ചെയ്യുന്നത് മൂലം അവർക്ക് ആ ഡെലിവറി ശേഷമുള്ള പീരീഡ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ചിലവരിപ്പോൾ ബെഡിൽ നിന്ന് തന്നെ എഴുന്നേക്കാൻ പറ്റാറില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിലും നല്ലത് ഒരു നോർമൽ ഡെലിവറി ട്രയലെങ്കിലും എടുത്ത് നോക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ അനാമയിലാണെങ്കിൽ തന്നെ നമുക്ക് എപ്പിഡ്യൂറൽ അനൽജസിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ നട്ടലിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു എപ്പിഡ്യൂറൽ സ്പേസിൽ ക്യാനിലിട്ട് ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് ആ കൺട്രാക്ഷൻസ് അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റും, അവർക്ക് ആ പെയിൻ അറിയാൻ പറ്റില്ല. അപ്പം അത് കാരണം മൂലം നമുക്കിത് ഡെലിവറി നമുക്ക് കുറച്ച്, അതായത് ഒരു ഡെലിവറി ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ, നോർമൽ ഡെലിവറി പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ ഏകദേശം പ്രഡിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് എപ്പിഡ്യൂറിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്കമാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പം ഒരുവിധം മിക്കവാറുള്ള ആൾക്കാരൊക്കെ എപ്പിഡ്യൂറിൽ ഇട്ടവരെല്ലാം നോർമലി ഡെലിവറി ആയിട്ടുണ്ട്.
പക്ഷേ എപ്പിഡ്യൂറൽ കൊടുക്കുന്നത് കാരണം നമുക്ക് ഇൻസ്ട്രുമെന്റൽ ഡെലിവറി കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. വാക്വം അല്ലെങ്കിൽ ഫോസെപ്സ് ഇടാനുള്ള ഒരു ഇത്. കാരണം നമുക്ക് ഈ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തത് മൂലം ഇവർക്ക് പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. ഇതാണ് എപ്പിഡ്യൂറലിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നത്. അതല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ പെയിനിന് അത്രയും പേടിയുള്ള ആൾക്കാരിൽ. അപ്പം നമ്മൾ ആദ്യമേ ജസ്റ്റ് പേഷ്യൻ്റിന് ഒരു കൗൺസിലിംഗ് കൊടുത്തു വെക്കും. ഇപ്പം നിങ്ങൾക്ക് എപ്പിഡ്യൂറൽ അനൽജെസിയ നമുക്ക് അവൈലബിൾ ആണ്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. അപ്പം പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർ, ചിലവർ ലാസ്റ്റ് സ്റ്റേജ് വരെയും പെയിനൊന്നും പറയാറേ ഇല്ല. ചിലവർ അത്രയും ടോളറേറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 7-8 സെൻറ്റിമീറ്റർ ആവുന്നത് വരെയും ചിലവർ പെയിൻ പറയാറേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവർ നോർമലി തന്നെ ഡെലിവറി ചെയ്തോളൂ. അപ്പൊ അവർക്ക് എപ്പിഡ്യൂറലിന്റെ ആവശ്യം വരാറില്ല. പക്ഷെ ഇനീഷ്യലുള്ള ഒരു ചെറിയൊരു ഗർഭാശയമുഖം ഓപ്പൺ ആവുന്ന ആ ഒരു പെയിൻ പോലും സഹിക്കാൻ പറ്റാത്തവരിലാണ് എപ്പിഡ്യൂറൽ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആദ്യമേ സിസേറിയൻ ഓപ്റ്റ് ചെയ്യുന്നവരിൽ വേണമെങ്കിൽ നമുക്കൊന്ന് എപ്പിഡ്യൂറൽ എടുത്ത് നോക്കാം. അത് ടോളറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം സിസേറിയൻ ചെയ്താൽ മതിയാവുമെന്ന് പറയും. അതെ, ഇപ്പൊ സിസേറിയനിലേക്ക് വരുന്നതിൽ അമ്മമാരുടെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു. ഈ ഗർഭപാത്രം മുതൽ നമ്മുടെ കുട്ടി കയ്യിൽ വരുന്നവരെയുള്ള ഒരു വഴിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ കുട്ടിയുടെ ഭാരം അത് ഈ ഒരു സിസേറിയനിലേക്ക് പോകാനുള്ള സാധ്യതയായിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കുട്ടിയുടെ ഭാരം കാരണം നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ഇപ്പം ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എബവ് 4 kg ഒക്കെ ഇപ്പം അവസാനത്തെ സ്കാനിങ്ങിൽ നമ്മൾ 3rd ട്രൈമസ്റ്റർ 35-36 ആഴ്ചയിൽ ഒരു സ്കാൻ ചെയ്യുന്നതിൽ നമുക്കൊരു 3.9 to 4 kg ഒക്കെയാണ് വെയിറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം അങ്ങനെയുള്ളവർ ഇപ്പം നോർമൽ ഡെലിവറിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും തല വന്നു കഴിഞ്ഞ് ഷോൾഡർ സ്റ്റക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുഞ്ഞിന് അവിടുത്തെ നെർവ്സ്, അതായത് ഹെർബ്സ് പാൽസി എന്ന് പറയും, അവിടുത്തെ നെർവിന് ഡാമേജ് വരാനും കൈയുടെ ഫങ്ഷന് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കൈയുടെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീടുള്ള സ്റ്റേജിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു 3.9 to 4 kg ഒക്കെയാണ് ഇപ്പം വെയിറ്റ് എങ്കിൽ അവർ പ്രോഗ്രസ് ചെയ്യാനും സാധ്യത വളരെ കുറവാണ്. നോർമൽ ഡെലിവറിയിൽ അവർക്ക് പെയിൻ വന്ന് ഒരു ഗർഭാശയമുഖം വികസിച്ചു വരാനൊക്കെയുള്ള സാധ്യത കുറവായതുകൊണ്ട് യൂഷ്വലി നമ്മൾ എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യാറാണ് പതിവ്. അതെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടി മഷി കഴിച്ചു പോയി, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടീനെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യമുള്ളേ? അതെ, ഇമ്മീഡിയറ്റ് സിസേറിയനെ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ യൂഷ്വലി ഒരു 3 to 4 സെന്റിമീറ്റർ ഒക്കെ ഈ ഗർഭാശയമുഖം തുറന്നു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ARM എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം പൊട്ടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ മഷി ഇറക്കിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സിസേറിയന് പോസ്റ്റ് ചെയ്യും. സിസേറിയൻ ചെയ്യുന്നത് വഴി നല്ല പ്രോഗ്നോസിസ് ആണ് കുഞ്ഞിന്. അപ്പം നമുക്ക് നല്ലൊരു നിയോനേറ്റൽ സപ്പോർട്ട് കൊടുക്കുന്നത് മൂലം നമുക്ക് കുഞ്ഞിന് നല്ല ഏർലി റിക്കവറി പോസിബിൾ ആണ്. വെള്ളം പൊട്ടിച്ച് നോക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ അമ്മയെ വീട്ടിലേക്ക്, ഗർഭിണിനെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് പ്രസവ സമയത്ത് മാത്രമാണല്ലോ മിക്കവാറും വരുന്നത്, ഹോസ്പിറ്റലിലായിരിക്കില്ല. അപ്പോ പെയിൻ വരാത്ത അമ്മമാർക്ക്, ഗർഭിണികൾക്ക് പെയിൻ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടി ചെറുതായിട്ട് ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെറിയ രീതിയിലാണ് ലീക്കേജ് എങ്കിൽ, ഇപ്പൊ രാത്രിയൊക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ആവട്ടെ എന്ന് വീട്ടുകാർ പറഞ്ഞ് ഇരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നോർമൽ വളരെ ചെറിയ ലീക്കേജ് ആണ്, ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം നോർമൽ ഡെലിവറി നടക്കുന്നു, അതിനുശേഷം ഇത് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്? അതെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നമ്മളിത് ഇങ്ങനെ ഒരു ലീക്കിംഗ് നമ്മളൊരു 3rd ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ഒരു 34-35 ആഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നതാണ് ഇനി എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പം വെള്ളം പോവുക അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വെള്ള തുണി വെച്ച് നോക്കുക. ഒരു 1 hourനകത്ത് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ വരാനായിട്ട് പറയും. പിന്നെ ഈ വെള്ളം പോകുന്നു എന്നൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അധികമായിട്ട് പേഷ്യൻറ്റ് മൊബിലൈസ് ചെയ്യാതിരിക്കുന്നതും നല്ലതാണ്. അതായത് പേഷ്യൻ്റ് പിന്നെ കൂടുതൽ നടക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ ഈ അംബ്ലിക്കൽ കോഡ് താഴേക്ക് വരാനുള്ള, അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കുഞ്ഞിന് അപകടമാണ്. കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പോയി അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് വരാനും ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം പോയി കഴിയുമ്പം നമ്മുടെ പെയിൻ കൂടും. അപ്പം അങ്ങനെ പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു 2nd or 3rd പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പോയി കഴിയുമ്പം പെയിൻ ആക്സിലറേറ്റ് ചെയ്യാനും
പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ വെള്ളം പോയി കുറേ നേരം കിടക്കുമ്പോഴത്തേക്കും കുഞ്ഞിനേക്കുള്ള ഇൻഫെക്ഷൻ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ആ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാറാണ് ചെയ്യുക. അമ്മയുടെ കൗണ്ട്സും ബ്ലഡ് കൗണ്ട്സൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട്, കൗണ്ട്സൊക്കെ കൂടുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം പോയിട്ടും പെയിൻ പ്രോഗ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഗർഭാശയമുഖം കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ്റെ ഒരു റിസ്ക് കാരണം കൊണ്ട് തന്നെ അത് സിസേറിയൻ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ലീക്കേജ് അല്ലേ, സാരമില്ല, രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവര് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ കാണിച്ചൊരു ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഈ 3rd ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പീരീഡാണ്. അതായത് 28 വീക്സ് ടു 40 വീക്സ് എന്ന് പറയുന്ന പീരീഡാണ് നമുക്ക് ഈ 3rd ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒന്ന് നമുക്ക് നേരത്തെ കൂട്ടി പെയിൻ വരാം. ഒരു 28 ആഴ്ചയ്ക്കും 36 ആഴ്ചയ്ക്കും ഇടയിലുള്ള പെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്ക് തീരെ റെസ്റ്റ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അനീമിയ, വിളർച്ചയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലും നേരത്തെ പെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഡോക്ടറിനെ കാണുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്. കാരണം നേരത്തെ കുഞ്ഞ് ഡെലിവറി ചെയ്യുന്നത് മൂലം കുഞ്ഞിനുള്ള നിയോനേറ്റൽ റിസ്ക് വളരെ കൂടുതലാണ്. കുഞ്ഞിന് പുറത്തുള്ള എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം വളരെ പരിമിതിയാണ്. അപ്പം ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യകതയും വരാറുണ്ട്. നമുക്കൊരു 28 ആഴ്ചയ്ക്കും 34 ആഴ്ചയ്ക്കും ഇടയിൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഓക്സിജൻ ഓക്സിജൻ്റെ അളവൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഹയർ സെൻറ്ററിൽ പോയി കൂടുതൽ ഹെൽപ്പ് നേടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, നേരത്തെ പെയിൻ വരുന്നത്, വെള്ളം പോകുന്നത്, ബ്ലീഡിങ്ങിൻ്റെ അനക്കക്കുറവ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലെത്തി അത് ചെക്ക് ചെയ്യുക. ഇപ്പം മൂവ്മെൻറ്റ്സ് കുറവാണെന്ന് തോന്നുന്നു, അപ്പോൾ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് CTG എന്ന് പറഞ്ഞിട്ട് കാർഡിയോടോക്കോഗ്രഫി, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ഒരു ഗ്രാഫ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കത് മോണിറ്റർ ചെയ്യുന്നതിന് മൂലം നമുക്ക് കുഞ്ഞിൻ്റെ ഒരു ആക്ടിവിറ്റി ഏകദേശം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കുക. അപ്പം ഡോക്ടർ സ്കാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോർമലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആരും നിർബന്ധിക്കില്ല, ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് പോയിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ വെള്ളം പോവുകയാണ്, ബ്ലീഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ലീക്കേജ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് സാരല്ല, ചെറുതല്ലേ എന്ന് പറയും. പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനെയോ അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യത്തിനെയോ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ നമ്മുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു സങ്കീർണതയാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ അമ്മമാര് കുട്ടികളെ കൊല്ലുന്ന വാർത്തകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് എത്രത്തോളം ഭീകരമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലോ നമുക്ക് അറിയുന്നവരൊക്കെയും ഇങ്ങനെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഇത്രയും ഭീകരമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം, ഞാനൊക്കെ എത്ര പ്രസവിച്ചതാ, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് എന്നാണ്. അങ്ങനെയാണോ? ഇന്നത്തെ ഒരു കുട്ടികൾക്ക് മാത്രമാണോ, അതോ മുമ്പ് മുതലേ ഇത് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? മുൻപും ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു എപ്പോഴും ഡെലിവറി കഴിയുമ്പോൾ അമ്മ ഒരു നെഗ്ലക്റ്റഡ് പോലെയാണ്, കുഞ്ഞിനായിരിക്കും കൂടുതൽ കെയർ കിട്ടുക. സ്വാഭാവികമായിട്ടും ചെറിയ കുഞ്ഞാകുമ്പോഴത്തേക്കും നമ്മുടെ കെയറിങ് എല്ലാം കുഞ്ഞിലേക്കാണ് പോവുക. മദറിൻ്റെ ഒരു ഉറക്കം ശരിയാവാത്തത്, കുഞ്ഞിപ്പോൾ രാത്രി മിക്കവാറും ഉള്ള സമയത്ത് കുഞ്ഞ് കിടന്ന് കരയുമായിരിക്കും. ഇപ്പം കൂടെ ഉള്ളത് അപ്പം അമ്മ മാത്രമാണെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പം കുഞ്ഞിൻ്റെ അമ്മമ്മ ആണ്, ഗ്രാൻഡ് ഫാദറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്കിപ്പം വീട്ടിലുള്ള വർക്കും കൂടെ ഉണ്ട്. അപ്പം അമ്മയായിരിക്കും കൂടുതൽ കുഞ്ഞുമായിട്ട് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞിലേക്ക് അമ്മ ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആ ഒരു ഗർഭാവസ്ഥയിലുള്ള ഹോർമോൺസ് എല്ലാം ഡൗൺ ആയി, എല്ലാം ഒരു ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരു നോർമലൈസ് ആവണമെങ്കിൽ തന്നെ ഒരു 6 മന്ത്സോളം എടുക്കും.
അത് കാരണം കൊണ്ട് തന്നെ ഈ ഡിപ്രഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് സൈക്കോസിസ് ആയിട്ട്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ കുഞ്ഞിനോടുള്ള അതിക്രമങ്ങളൊക്കെ കൂടുന്നത്. കുഞ്ഞാണ് ഇതിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയ്ക്ക് കെയർ കുറയുമ്പോൾ അമ്മ തീരെ ശ്രദ്ധിക്കാതെ ആവുക, കുഞ്ഞിനെ നെഗ്ലക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനുള്ള കെയർ സ്വീകരിക്കുകയും ചെയ്യുക. മെഡിക്കേഷൻസ് വേണമെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനൊരു സൈക്യാട്രി ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ചിലപ്പം ചിലവർക്കൊരു കൗൺസിലിംഗ് മാത്രം മതിയാവും. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും പിന്നെ ഇവർക്ക് ഇപ്പം ഒരു സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. വലിയ ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇപ്പം ചിലവരൊക്കെ എങ്കിലും ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് 6 വീക്സ് പീരീഡിൽ നമ്മൾ ഹസ്ബൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഭാര്യയുടെ കൂടെ ഇരിക്കാനൊക്കെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവർക്ക് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, ഹസ്ബൻഡിനായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സൈക്യാട്രി ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ അമ്മയുടെ പ്രശ്നങ്ങളും കുഞ്ഞിന് വരാവുന്ന പ്രശ്നങ്ങളും എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ചിലവർക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട് വളരെ മൈൽഡായിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടം വരിക, രാത്രി മൊത്തം കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിൻ്റെയും ഇവരുടെയൊക്കെ വിസിറ്റ് കാരണം പകൽ സമയത്തും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം ഒരു 3 to 4 hours എങ്കിലും അവർക്കൊരു കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം വീട്ടുകാരുടെ ഒരു സപ്പോർട്ടാണ് കൂടുതലായിട്ട് വേണ്ടത്. അമ്മയുടെ കൂടെ കൂടുതൽ ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതെ. പിന്നെ കുഞ്ഞിനും ചില സമയത്ത് കുഞ്ഞിന് വരുന്ന ചെറിയ ചെറിയ ശരീരത്തിലുള്ള പാടുകൾ, ഇപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ പാല് കുറവാണെന്ന് തോന്നുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വീട്ടുകാർ ഇപ്പോൾ പാല് കുറവാണെന്നുണ്ടെങ്കിൽ പീഡിയാട്രീഷ്യനെ കാണുകയും ഫോർമുല സപ്പോർട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പാല് കുറവാണെന്ന് പറഞ്ഞ് ഒരാളെയും അങ്ങനെ തളർത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പാല് വരിക. പക്ഷേ മദറിൻ്റെ പാല് മിക്കവാറും കുഞ്ഞിന് അഡിക്വേറ്റ് ആയിരിക്കും. അവരുടെ ഒരു യൂറിൻ പോകുന്നതും കുഞ്ഞിന് വയറ്റിന് പോകുന്നതൊക്കെ അസസ് ചെയ്തിട്ടാണ്, അതുപോലെ കുഞ്ഞിന് അഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അമ്മയുടെ പാല് അഡിക്വേറ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കും പാല് തെറിച്ച് വരണമെന്നില്ല. അപ്പം അത് ഇപ്പം അമ്മയെ പരിചരിക്കാൻ വരുന്നവരായിരിക്കും കൂടുതൽ ഇതിൽ സ്ട്രെസ് കൊടുക്കുക. അമ്മയ്ക്ക് പാല് കുറവാണെന്ന് പറഞ്ഞ് അവരെ ഡിപ്രസ്ഡ് ആക്കേണ്ട കാര്യമില്ല, സപ്പോർട്ട് കൊടുക്കുക. പാല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം എൻ്റെ പാല് കുറവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇപ്പം പൊടി കൊടുത്തത് കൊണ്ടോ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അമ്മ മനസ്സിലാക്കണം. അല്ലാതെ അഡമൻ്റായിട്ട് എൻ്റെ പാല് മതി, ഇത്ര അഡിക്വേറ്റ് ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു പീഡിയാട്രീഷ്യൻ്റെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് ലാക്ടേഷൻ കൗൺസിലിംഗ് എടുക്കുക. അപ്പം നിപ്പിൾ ക്രാക്സും ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു സപ്പോർട്ട് നേടുകയും എന്താണ് കുഞ്ഞിന് നല്ലത് എന്നുള്ളത് കുഞ്ഞിൻ്റെ ഒരു ന്യൂട്രീഷണൽ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ പോലും നമ്മളെ ഒരു ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം. തീർച്ചയായും. അപ്പൊ ആഫ്റ്റർ കെയറും എങ്ങനെയാണോ നമ്മൾ ഒരു ഗർഭിണീനെ കെയർ ചെയ്തത് അതുപോലെ തന്നെ ഒരു അമ്മയെയും നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സംസാരിച്ചതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ഡോക്ടറുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.